Hi. Hi bro. വെൽക്കം അറ്റൻഡ് ചെയ്തു. ഓക്കെ. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. നല്ലായിരുന്നു. പെർഫെക്റ്റ്. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. യെസ്. ഓക്കെ. സോ ഞാനിന്ന് എങ്ങനെ ഡ്രീം ലിസ്റ്റ് നെയിം ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു? ഡ്രീം ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. 25 പ്രയോറിറ്റി ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പെർഫെക്റ്റ്. സോ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അൽഷയ പറ്റി. ഓക്കെ. സോ അതിലുള്ള കിറ്റ് കിട്ടിയോ? നമ്മുടെ വെൽക്കം കിറ്റ് കിട്ടിയോ? കിട്ടി. അതിലുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയോ? ഇല്ല. പെർഫെക്റ്റ്. സോ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിലൊരു ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഓക്കെ. റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു അമേസിങ് റൂളിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സംതിങ് കോൾ ESBI. ബൈ ദ വേ, നിങ്ങൾ ഫൈനാൻഷ്യൽ പ്ലാൻ അറ്റൻഡ് ചെയ്തല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും എന്താണ് ESBI എന്നുള്ളത്. ഓക്കെ. സോ റോബർട്ട് കിയോസാക്കി എന്താണ് ESBI എന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2 തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള വ്യക്തികളെ പറ്റി 97% അതേപോലെ തന്നെ 3% പറ്റി അതിൽ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സോ ഇതിലെവിടെയാണ് ക്യൂനെറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ബിയിലാണ്. സോ ബൈ ദ വേ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനി അല്ല ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന ഓരോ വ്യക്തികളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി അല്ല ബി എന്ന് പറയുന്ന മേഖലയിലുള്ള അതിൽ അംബാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇതിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരുണ്ട്. റിലയൻസിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ എംപ്ലോയീസ് ഉണ്ട്, അവരുടെ പല ഡീലേഴ്സും ഉണ്ട്, പല ആൾക്കാരുണ്ട്. പക്ഷേ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അംബാനിയാണ് ഇന്ന് ബി എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ നിൽക്കുന്നത്. കറക്റ്റ്. സോ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ക്യൂനെറ്റിലുള്ളത്. നിങ്ങൾക്കറിയില്ലേ, പല ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പല ആൾക്കാരും പാതി വഴിയിൽ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് പല ബിസിനസ്സുകളും. കറക്റ്റ്. ഈ ഒരു ബിസിനസ് എന്നല്ല, ഏതൊരു ബിസിനസ്സായാലും പല ബിസിനസ്സുകളും പല വ്യക്തികളും പല ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യൂനെറ്റിലും ഉണ്ട്. അതായത് ഈ ക്യൂനെറ്റിൻ്റെ IR ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന കോണ്ടിനെന്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. അത് നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്തായിരിക്കും അതിൻ്റെ കാരണം? ഓഫ് കോഴ്സ് മൈൻഡ് സെറ്റ്. സോ ഇവിടത്തേക്ക് എത്താനുള്ള മൈൻഡ് സെറ്റ് ആണ് നമ്മൾക്ക് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. അതേപോലെ തന്നെ ഈ ബിസിനസ്സിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ആൾക്കാർ ഫോളോ ചെയ്തിട്ടുള്ള മെത്തേഡുകൾ, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള 5%, അതായത് നമ്മൾ അതിനെ 5% അഥവാ 3% എന്നൊക്കെ വിളിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഫോളോ ചെയ്തിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് മെത്തേഡിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ. സോ ബേസിക്കലി നമ്മളിപ്പോൾ മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള 2 തരം മൈൻഡ് സെറ്റുകളുണ്ട്. അതായത് ജനങ്ങൾക്ക് അസറ്റിനെ പറ്റിയിട്ടും ലൈബിലിറ്റിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതായത് ആസ്തിയും നമ്മുടെ ബാധ്യതയും പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ. അധികം ജനങ്ങളും വിചാരിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ളത്. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് എന്താണ് അസറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ എന്ത് പറയും? അസറ്റ് തീർച്ചയായിട്ടും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പെർഫെക്റ്റ്. സോ പക്ഷേ അദ്ദേഹം അതിന് വളരെ ലളിതമായിട്ടുള്ളൊരു ഡെഫിനേഷൻ കൊടുത്തിട്ട് പറയുന്നുണ്ട്. അതായത് എന്തൊക്കെയാണോ നമ്മൾക്ക് വരുമാനം തരുന്നത് അവ അസറ്റും, എന്തൊക്കെയാണോ നമ്മളിൽ നിന്നും പൈസ പുറത്തേക്ക് എടുക്കുന്നത് അത് ലൈബിലിറ്റിയാണ്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് കാർ ഒരു അസറ്റാണോ ലൈബിലിറ്റിയാണോ? അസറ്റാണ്. എക്സാക്ട്ലി. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളതിന് EMI അടക്കുന്നില്ലേ? ഇനീഷ്യലി ഒരു പേയ്മെൻറ്റ് അടച്ചിട്ടില്ലേ? അതിന് ഫ്യൂവൽ എക്സ്പെൻസ്, അതിൻ്റെ മെയിൻ്റെനൻസ് എക്സ്പെൻസ്, അതിന് മറ്റ് ചിലവുകൾ ഒക്കെ ഇല്ലേ? സോ അപ്പോഴത് അസറ്റാണോ? ആക്ച്വലി അത് ലൈബിലിറ്റി ആണോ? ലൈബിലിറ്റിയാണ്. കറക്റ്റ്. അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട് അസറ്റ് ഓർ ലൈബിലിറ്റി? അസറ്റാണ്. പക്ഷേ അത് കെട്ടാൻ നിങ്ങൾക്ക് ഒരു പൈസ ചിലവായിട്ടില്ലേ? വർഷാവർഷം അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആക്ച്വലി അതല്ല അസറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വീടുണ്ട്, അത് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്, നിരന്തരമായിട്ട് അത് നിങ്ങൾക്ക് വാടക തരുന്നുണ്ട്. യെസ്, ഇറ്റ് ഇസ് ആൻ അസറ്റ്. അതൊരു അസറ്റാണ്. പക്ഷെ അധികം ജനങ്ങളും വിചാരിക്കുന്നത്, അതായത് റോബർട്ട് കിയോസാക്കി അതിൽ പറഞ്ഞിട്ടുള്ളത്, ബാധ്യത കൊണ്ട് മറ്റൊരു ബാധ്യതയെ വിളിച്ചു വരുത്തുന്നതിനെയാണ് ജനങ്ങൾ അസറ്റ് എന്ന് വിചാരിക്കുന്നത്. അതായത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, വീട് വെച്ചു, ആ വീടിന് വീണ്ടും നമ്മൾ ചിലവഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജനങ്ങളുടെ വിചാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഇതാണ് അസറ്റ് എന്നാണ്. ആക്ച്വലി അത് അസറ്റ് അല്ല, അത് ലൈബിലിറ്റിയാണ്. സോ ബാധ്യതയെ വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റൊരു ബാധ്യത ഉണ്ടാക്കുന്നതാണ് 97% ആൾക്കാരും അസറ്റ് എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ 5% അങ്ങനെയല്ല. ഇനി നമ്മുടെ ഈ ബിസിനസ്സിലും നിങ്ങൾക്കിത് ബാധ്യതയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതൊരാളും ഈ ഒരു ബിസിനസ് 5 യൂണിറ്റിന് താഴെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബാധ്യതയായിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം.
നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ബിസിനസ് ഷെയർ ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ പ്ലാൻസ് കാണിക്കാൻ തുടങ്ങി. സോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് വരികയും പ്ലാൻ കാണുകയും ചെയ്തു. സോ പ്ലാൻ കണ്ട സമയത്ത് അദ്ദേഹത്തിന് പ്ലാൻ വളരെ ഇഷ്ടപ്പെട്ടു, ബിസിനസ് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾക്കറിയാം ആ ഫ്രണ്ട് വളരെയധികം ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോയിക്കുകയാണ്. ധാരാളം ലയബിലിറ്റീസ്, ധാരാളം ബിൽസ്, ധാരാളം കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ആ വ്യക്തിയോട് എത്ര പൈസ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറയാം? 50,000 to 1 lakh. ഓക്കെ, ബേസിക്കലി നമ്മുടെ അപ്ലയൻസ് നത്തിങ് ലെസ് ദാൻ 3 ഹെഡ് റെക്കമെൻഡ് ചെയ്യാത്തതുകൊണ്ട് വിച്ച് ഇസ് ഗോയിങ് ടു ബി 1.25 lakh. ഏറ്റവും മിനിമത്തിലായിരിക്കും നിങ്ങൾ പറയുന്നത്. ഇനി ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ മൈൻഡിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു സംഭവം? അങ്ങനെ തിരിച്ചെടുക്കണമെന്ന്. ഓക്കെ, എത്രയാണോ ബിസിനസ്സിൽ ഇട്ട പൈസ അതെങ്ങനെയായിട്ടും തിരിച്ചെടുക്കണം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരു വ്യക്തി ട്രിപ്പിൾ ഹെഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അദ്ദേഹത്തിന് ആ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും? കറക്റ്റ്. അതിനു മുമ്പ് ആ വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ട്രിപ്പിൾ ഹെഡിലാണ് ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എത്രയായിരിക്കും അദ്ദേഹം അട്രാക്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ മുഴുവൻ? അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ജനങ്ങൾ ചോദിക്കും നീ എത്ര ഇട്ടെന്ന്, നീ എത്ര ഇതിൽ ക്യാഷ് ഇട്ടെന്ന് ചോദിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് എന്തേ ഫീൽ ചെയ്യുള്ളൂ, നമുക്ക് കള്ളം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയും 1.25 lakh ആണ്. ഇവൺ ഒരു വ്യക്തിക്ക് 21 ഹെഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും ആ വ്യക്തി എത്രയേ ഇടുള്ളൂ? 1.25 lakh ഇടുള്ളൂ. കാരണം നിങ്ങൾ എത്രയാണ് ഇട്ടിട്ടുള്ളത്. ഇനി മാക്സ് ടു മാക്സ് ഒരു വ്യക്തി ഇടാൻ പോകുന്നത് 5 ഹെഡേഴ്സ് ആണ്. കറക്റ്റ്. ഇങ്ങനെ മാത്രമേ നിങ്ങളുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുള്ളൂ. ഇനി ഒരു വ്യക്തി ഫോർ എക്സാമ്പിൾ 1.25 lakh വെച്ചിട്ടാണ് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ എന്തൊക്കെ വേണ്ടി വരും? സോ യു ഹാവ് സീൻ ഫൈനാൻഷ്യൽ റൈറ്റ്, നിങ്ങൾ കണ്ടിട്ടില്ലേ? സോ അവിടെ ലെഫ്റ്റ് റൈറ്റ്. സോ പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടി മാത്രം കറക്റ്റ് അറ്റ്ലീസ്റ്റ് മിനിമം 10 ചെക്സ്. കറക്റ്റ്. 10 ചെക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 30 UV ഓൺ ദ ലെഫ്റ്റ്, 30 UV ഓൺ ദ റൈറ്റ് മീൻസ് 10 സൈനപ്സ് ഓൺ ദ ലെഫ്റ്റ്, 10 സൈനപ്സ് ഓൺ ദ റൈറ്റ്. നമ്മളൊന്ന് വിചാരിക്കാം ഇത് മുഴുവൻ താങ്കളുടെ DR ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 20 DR. കറക്റ്റ്. സോ മുഴുവൻ DR ആണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഡയറക്റ്റ് കമ്മീഷൻ കിട്ടും നിങ്ങൾക്ക് അവിടെ. ഡയറക്റ്റ് കമ്മീഷൻ കഴിക്കുകയാണ് മിനിമം 7 ഓൺ ദ ലെഫ്റ്റ്, 7 ഓൺ ദ റൈറ്റ്. കറക്റ്റ്. സോ 14 സൈനപ്സ്. 14 സൈനപ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊത്തം കോൺടാക്റ്റിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പ്ലാൻസ് നിങ്ങൾ മിനിമം ചെയ്യേണ്ടി വരും? 20% കൺവേർഷൻ ആക്കണം. മിനിമം 70 പ്ലാൻസ്. കറക്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 70 പ്ലാൻസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണോ? ടു റിക്കവർ യുവർ മണി 1.25 lakh നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രം 70 പ്ലാൻസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ബിസിനസ്സിൽ അതേ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബിസിനസ്സിൽ പല ആൾക്കാർക്കും ഈ ബിസിനസ് ബാധ്യതയാവാനുള്ള കാരണം. ഇത് പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു ബാധ്യത മാത്രമേ ആവുന്നുള്ളൂ. കാരണം 70 പ്ലാൻസ് അറ്റ്ലീസ്റ്റ് 20-30 പ്ലാൻസ് ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാരും ടയർഡ് ആവും, ദേ വിൽ ഡ്രോപ്പ്. കാരണം അവർക്ക് ഇനിയും പണം റിക്കവർ ചെയ്യാൻ വേണ്ടി ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദേ ഹാവ് ടു ഡു. ഇവിടെയാണ് നമ്മൾ എന്താണ് ആക്ച്വലി 3% ഈ ബിസിനസ്സിൽ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്നുള്ള ആൾക്കാർ ഈ ബിസിനസ്സിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെയാണ് റോബർട്ട് കിയോസാക്കിയുടെ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. കറക്റ്റ്. എന്താണ് റോബർട്ട് കിയോസാക്കി പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞത് മറ്റൊരാളുടെ പൈസ ഉപയോഗിച്ച് ഞാൻ അസറ്റ് വാങ്ങുകയും അതിൻ്റെ ബാധ്യത മറ്റുള്ളവരെ കൊണ്ട് പേ ചെയ്യിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ അദ്ദേഹം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തതെന്ന് ഞാൻ പറയാം. അതായത് അദ്ദേഹം ലോൺ എടുത്തിട്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പ്രോപ്പർട്ടി വാങ്ങുകയും കറക്റ്റ് ആ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുകയും ചെയ്തു. ബേസിക്കലി പ്രോപ്പർട്ടി ആരുടേതായി? റോബർട്ട് കിയോസാക്കിയുടേതായി. ഇനി അതിൻ്റെ EMI എന്ന് പറയുന്നത്, ബാങ്കിൻ്റെ ലോണിൻ്റെ EMI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വലൻ ടു അദ്ദേഹത്തിൻ്റെ റെൻ്റാണ്. സോ മാസങ്ങളോളം അത് അടഞ്ഞു പോകുമ്പോൾ ഇൻഡയറക്ട്ലി റെന്റ് ആരാണ് പേ ചെയ്യുന്നത്? ആരാണോ റെന്റിന് എടുത്തിട്ടുള്ള അദ്ദേഹമാണ് പേ ചെയ്യുന്നുള്ളത്. സോ ഓവറോൾ പീരീഡ് കഴിയുന്ന സമയത്ത് പ്രോപ്പർട്ടി ആരുടേതായി? EMI കഴിയുന്ന സമയത്ത് പ്രോപ്പർട്ടി ആരുടേതായി? റോബർട്ട് കിയോസാക്കി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഫണ്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ബാങ്കിന്റെ പണം ഉപയോഗിക്കുകയും ചെയ്തു. എൻഡ് ഓഫ് ദ ഡേ അസറ്റ് അദ്ദേഹത്തിന്റെ ആവുകയും ചെയ്തു. ഇനി ആ ഒരു സമയം കഴിയുമ്പോൾ, EMI കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന മുഴുവൻ വരുമാനവും പിന്നീട് ആരുടേതാണ്? അദ്ദേഹം അതുപയോഗിച്ച് മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങുകയും സെയിം മെത്തേഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങുകയും ആ പ്രോപ്പർട്ടിയുടെ EMI ഇതേ മെത്തേഡ് ഉപയോഗിച്ച് റെന്റിലായി മാറ്റുകയും റെന്റ് ഉപയോഗിച്ചിട്ട് EMI ക്ലോസ് ചെയ്യുകയും ദെൻ അസറ്റ് അദ്ദേഹത്തിന്റെ ആവുകയും ചെയ്തു. സോ ഇതേ മെത്തേഡാണ് 3% മുഴുവൻ ഫോളോ ചെയ്യാൻ പോകുന്നത്.
സോ ഇവിടെയും നമ്മുടെ ബിസിനസ്സിലും ഈ ബിസിനസ്സിനെ ഒരു അസറ്റാക്കി മാറ്റാൻ പറ്റും. അസറ്റാക്കി മാറ്റണമെങ്കിൽ നമ്മൾ പറയുന്നത് മിനിമം ഓഫ് 3 lakh rupees സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്കൊരു 6-6.5 കോടി വിലയുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഉണ്ട് വിചാരിക്കാം. അതിന് EMI മറ്റൊരു വ്യക്തി അടക്കുന്നതെന്ന് വിചാരിക്കാം. എങ്ങനെയുണ്ടാവും അത്? സൂപ്പർ അടിപൊളി ഉണ്ടാവും. സോ അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ സൈനപ്പ് ചെയ്യാം പോട്ടെ, നിങ്ങൾ സൈനപ്പ് ആയത് ഇപ്പോൾ 700 വെച്ചിട്ടാണ് നിങ്ങൾ സൈനപ്പ് ആയത്. നിങ്ങൾ അതിനകത്ത് 5 lakh എടുക്കുന്നു എന്ന് വിചാരിക്കാം. കറക്റ്റ്. നിങ്ങൾ അതിനകത്ത് 13 ഹെഡറും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നു, വിച്ച് മീൻസ് നിങ്ങൾ 21 ഹെഡറായി മാറുന്നു എന്ന് വിചാരിക്കാം. കറക്റ്റ്. ഇത് ഉപയോഗിച്ച് 65 CR ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിക്കാം. എങ്ങനെ ഉണ്ടാവും അത്? സൂപ്പർ ഉണ്ടാവും. കറക്റ്റ്. സോ ഒരു അനദർ 5 lakh കൂടി ലോൺ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി നിങ്ങൾക്കില്ലേ? ഓപ്ഷൻ ഇല്ലേ? കറക്റ്റ്. ഇനി അങ്ങനെ ഒരു അനദർ 5 lakh നിങ്ങൾക്ക് ലോൺ കിട്ടുകയാണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി EMI? റഫ്ലി 15,000. കറക്റ്റ്. സോ 15,000 EMI ആണ് നിങ്ങൾക്കുള്ളത്. ഇനി എങ്ങനെ ഈ 15,000 EMI ഉണ്ടാക്കാം? അതിനെ പറ്റിയിട്ടാണ്. പക്ഷെ നമ്മൾ പറഞ്ഞത് സ്മാർട്ട് ആയിട്ടുള്ള മെത്തേഡാണ്. മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ EMI അടക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ലൈക്ക് ഫൈനാൻഷ്യൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇനി ഇങ്ങനെ നിങ്ങൾ 21 ഹെഡർ വെച്ചിട്ടാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും അട്രാക്ട് ചെയ്യുക? ഡെഫിനറ്റ്ലി 21 ഹെഡേഴ്സ് ആയിട്ടുള്ളവരെ തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ ഓർഗനൈസേഷൻ എങ്ങനെയുള്ളവരായിരിക്കും? 21 ഹെഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. കറക്റ്റ്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ലെവൽ എന്തായിരിക്കും? ഹൈ, കുറച്ചും കൂടി കൂടുതലായിരിക്കും. കറക്റ്റ്. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ് വിത്തിൻ എ മന്ത് ടൈം നമ്മൾ തന്നിട്ടുള്ള 5 ബുക്കുകളും ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിൽ യു ഫിനിഷ്? കോഴ്സ്. രാത്രി 12 മണിക്ക് വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എങ്ങനെയാണ് ഫാസ്റ്റ് ട്രാക്കിൽ ഇൻകം ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്നാണ്. വിൽ യു കം ഫോർ ഇറ്റ്? ഓഫ് കോഴ്സ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ 5 lakh വെച്ചിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് 13,000 BV നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് പ്ലേസ് ചെയ്യണം. ഇനി പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 6 on the left, 7 on the right. കറക്റ്റ്. വിച്ച് മീൻസ് 2 ചെക്ക് അപ്രോക്സിമേറ്റ്ലി 25,000 rupees. വിച്ച് മീൻസ് നിങ്ങളുടെ ഫസ്റ്റ് മന്ത് EMI കവറായ 10,000 rupees ബാലൻസ്. കറക്റ്റ്. സോ 10,000 rupees ബാലൻസ് ഓൾറെഡി നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് നിങ്ങളുടെ തന്നെ ബിസിനസ് വോളിയത്തിൽ നിന്ന് കിട്ടും. ഇനി ഒരു എൻറ്റയർ മന്ത് നെക്സ്റ്റ് മന്ത് ഇനി നിങ്ങൾ 21 ഹെഡർ ആണ് സൈനപ്പ് ആയതെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ടിക്കറ്റ് സൈസ് ആയിരിക്കും അട്രാക്ട് ചെയ്യാം? ഡെഫിനറ്റ്ലി 21 മിനിമം 13 ഹെഡർ. കറക്റ്റ്. ഇനി 21 ഹെഡർ നിങ്ങൾ മിനിമം ഒരു 13 ഹെഡർ വെച്ച് നമുക്ക് എടുക്കാം. 13 ഹെഡർ ആണെങ്കിൽ നിങ്ങൾ ഒരു മന്ത് മുഴുവൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സൈനപ്പുകൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടും? Minimum 4. What a worst case scenario? 2 signups. Correct. 13 head into 2 signups, which means 13 UV on the right, 13 UV on the left. Correct. Which means 4 checks. Correct. 4 checks means approximately 50,000 rupees. Correct. Any നിങ്ങളുടെ DR ആണ്. Direct commission 45,000 rupees. 45,000 rupees. Which means 90,000 rupees. കറക്റ്റ്. അതായത് 1,40,000 രൂപ നിങ്ങൾക്ക് 2 സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് മന്തിൽ ഏൺ ചെയ്തു. ഇനി പ്ലസ് നിങ്ങളുടെ 10,000 പ്രീവിയസ് മന്തിലെ ബാലൻസ് 1,50,000. എത്ര മാസത്തെ EMI നിങ്ങൾക്ക് കവറായി? ഓൾമോസ്റ്റ് 10 month EMI നിങ്ങൾക്ക് കവറായി. കറക്റ്റ്. ഇനിപ്പോട്ട് വേഴ്സ്റ്റ് കേസ് സിനാരിയോ നിങ്ങൾക്ക് ഒരു സൈനപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് ഡയറക്റ്റ് കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും 45,000 rupees. 45,000 പ്ലസ് നിങ്ങളുടെ പ്രീവിയസ് മന്തിലെ 10,000 rupees, 55,000 rupees. മിനിമം 3 മന്തിലേക്കുള്ള നിങ്ങളുടെ EMI കവറായി കഴിഞ്ഞു. കറക്റ്റ്. സോ ഒറ്റ സൈനപ്പ് കൊണ്ട് തന്നെ നിങ്ങളുടെ 3 മാസത്തെ EMI കവറായി. കറക്റ്റ്. ഇനി പോട്ടെ 7 ഹെഡർ സൈനപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ വിചാരിക്കാം. സോ ദ ഡയറക്റ്റ് കമ്മീഷൻ വിൽ ബി 30,000 rupees. നിങ്ങളുടെ 2 മാസത്തെ EMI കവറായി. കറക്റ്റ്. സോ ഇതുപോലെയാണ് സ്മാർട്ട് ആയിട്ടുള്ള മെത്തേഡിൽ ആൾക്കാർ ചെയ്യുന്നത്. ആരാണ് ആക്ച്വലി നിങ്ങൾക്ക് ലോൺ തന്നത്? ബാങ്ക്. നിങ്ങളാണോ EMI അടച്ചത്? നോ, യുവർ വർക്ക്. കറക്റ്റ്. അസറ്റ് ആരുടേതാണ്?
നിങ്ങളുടേതാണ്. സോ ഇതുപോലെയാണ് സ്മാർട്ട് ആയിട്ടുള്ള മെത്തേഡിൽ ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ യു അണ്ടർസ്റ്റുഡ്? സോ ഇതുപോലെയാണ് ഈ ബിസിനസ് നമുക്ക് അസറ്റാക്കി മാറ്റാൻ പറ്റുന്നത്. കറക്റ്റ്. ഇനി ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 5 years ബാക്ക് എൻ്റെ അപ്ലയൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ആദ്യമൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ 1 headers മാത്രമേ സൈനപ്പുകൾ ഉണ്ടായിരുന്നത്, സിംഗിൾ ഹെഡ് സൈനപ്പുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ സച്ചിൻ ഗുപ്ത എന്ന് പറയുന്ന ഇന്നത്തെ VP സച്ചിൻ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി വന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓർഗനൈസേഷനിൽ ഇനി മുതൽ 3 headers മാത്രമേ, മിനിമം 3 headers സൈനപ്പ് ചെയ്യണം. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അയ്യോ സിംഗിൾ ഹെഡ് സൈനപ്പ് കിട്ടാൻ തന്നെ വളരെയധികം പാടുള്ള സമയത്ത് 3 head സൈനപ്പിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം അതിന് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നപ്പോൾ വിത്തിൻ 3 years ആൾ മാക്സ് ഔട്ടായി. കറക്റ്റ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ വളരുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഓവറോൾ പീരീഡ് കഴിയുമ്പോൾ അവിടെ ഒരു ജെന്റിൽമാൻ ആദിത്യ ബല്ല എന്ന് പറയുന്ന വ്യക്തി സൈനപ്പായി, VC ആദിത്യ ബല്ല. സോ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓർഗനൈസേഷനിലാണ് മിനിമം 3 lakh ആൻഡ് എബോവ് മാത്രമേ സൈനപ്പുകളുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിൽ പറഞ്ഞു 3 headers തന്നെ വളരെ പാടായിട്ടുള്ള സമയത്ത് 3 lakh rupees സൈനപ്പ് എന്ന് പറഞ്ഞ് ഡിഫിക്കൽട്ട് ആവാൻ പോവാണ്. ബട്ട് അദ്ദേഹം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിത്തിൻ 14 months ആള് മാക്സ് ഔട്ടായി. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിൽ അമിത് സോണി എന്ന് പറയുന്ന ഒരു വ്യക്തി, VC അമിത് സോണി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓർഗനൈസേഷനിൽ നത്തിങ് ലെസ് ദാൻ 21 head. അദ്ദേഹം അതിന് സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നോ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിലെ ഒരു ലേഡി വിത്തിൻ 8 months മാക്സ് ഔട്ടായി. ഇനി വീണ്ടും പോവുകയാണെങ്കിൽ അറ്റ് ലാസ്റ്റ് ഒരു ജെന്റിൽമാൻ വിത്തിൻ 100 days ആണ് 21 headers മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ജെന്റിൽമാൻ 100 days ആണ് അദ്ദേഹം മാക്സ് ഔട്ട് ആയിട്ടുള്ളത്. ക്യാൻ യു സീ ദ ചേഞ്ചസ്? സോ ഇതേപോലെയാണ് ഇവിടെ ബേസിക്കലി 3 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. നമ്പർ 1 ഇതുപോലുള്ള ഓരോ ട്രെൻഡുകൾ കൊണ്ടുവരുന്ന ആൾക്കാർ. ഇപ്പോൾ സച്ചിൻ ഗുപ്ത ചെയ്ത പോലെ, അമിത് സോണി ചെയ്ത പോലെ, ആദിത്യ ബല്ല ചെയ്തതുപോലെ, മറ്റുള്ള ആൾക്കാർ ചെയ്ത പോലെ. സോ അവരൊരു ട്രെൻഡ് കൊണ്ടുവരും. സോ ദേ വിൽ ദ ഗെയിം ചേഞ്ചേഴ്സ്. കറക്റ്റ്. അവരാണ് ഒരു മൊത്തം ഗെയിമിനെ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന വിധത്തിലുള്ള ആൾക്കാർ. പിന്നെ രണ്ടാമതൊരു ആൾക്കാരുണ്ട്, അവരത് മനസ്സിലാക്കും. യെസ്, ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ഞാൻ മാറ്റാൻ പോവാണ്, ഇതെനിക്ക് വേണ്ടുന്നതാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് അവരും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഇനി മൂന്നാമതൊരു വിഭാഗം ആൾക്കാരുണ്ട്, എന്താവും കളി എന്താവുമെന്ന് ഗാലറിയിൽ നിന്ന് നോക്കുന്നു എന്ന് പറയുന്ന പോലുള്ള തരത്തിലുള്ള ആൾക്കാർ. കറക്റ്റ്. സോ ഇത് എങ്ങനെയാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് മെത്തേഡ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. സോ ആർ യു റെഡി? സോ നിങ്ങൾ ഫൈനാൻഷ്യൽ കണ്ടില്ലേ, ഫൈനാൻഷ്യലിൽ പറയുന്നുണ്ട് യോർ ലെഫ്റ്റ് റൈറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്, 3 on the left, 3 on the right. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് 3 on the left നിങ്ങൾക്ക് 25,000 rupees ഉണ്ടാക്കാനുള്ള ഓപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പറായിട്ട്. ഇനി 3 on the left നിങ്ങൾക്ക് 50,000 rupees ഉണ്ടാക്കാനുള്ള ഓപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളി. ഓഫ്കോഴ്സ് ഇതുപോലുള്ള അടിപൊളി സാധനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാൻ കാണുന്ന സമയത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 5 കോടി എങ്ങനെ ഉണ്ടാക്കാം, 6 കോടി എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 10 കോടി എങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ നമ്മളിവിടെ റിയലി പറയാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞ ബി കോണ്ടിനെന്റിലേക്ക് എങ്ങനെ റിയലി എത്താം, 100 crores അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എങ്ങനെ ഈ ബിസിനസ്സിൽ ഉണ്ടാക്കാം എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ ബേസിക്കലി ഇപ്പം നിങ്ങളുള്ളത് 7 headers ആണ്. പക്ഷെ ഈ ഷെയർ ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ ഇഫ് യു റിയലി 13 header അല്ലെങ്കിൽ 21 header ആണെങ്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് റിയലി അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, 3% ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ബിഹേവ് ചെയ്യാറുണ്ട്. കറക്റ്റ്. സോ ലൈക്ക് യു സെഡ്, this is you, so you will have your B1, B2, B3, correct? ബേസിക്കലി ഞാൻ ഈ ഒരു 4 columns ഞാനിവിടെ ബ്ലാങ്ക് ചെയ്ത് തരാം. ഞാൻ പറയാം പിന്നീട് എന്തിനാണ് വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ നെയിം ലിസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യും, പ്രസൻറ്റേഷൻസ് കാണിക്കാൻ വേണ്ടി തുടങ്ങും. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫസ്റ്റ് 2 sign-ups ആരായിരിക്കും? ഒരു നെയിം 2 people. ഷിജു ആൻഡ് ഷാജു. സോ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 21 headers ആണ്. സോ നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും ഏത് തരത്തിലുള്ളതായിരിക്കും? 21 headers ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ നിങ്ങളിവിടെ ഷിജു ആൻഡ് ഷാജു യു വിൽ സൈൻ അപ്പ്. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 21 headers ആണ്. B1, B2, B3 ഓൾറെഡി പ്ലേസ്ഡ്. എന്ന് വെച്ചാൽ 18 TCs നിങ്ങൾക്ക് ഇനിയും ബാലൻസ് ഉണ്ട്. ഇനി നിങ്ങൾ അവരുടെ ഏതൊരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പും നിങ്ങളുടെ B4 and B5, B6 and
B7 കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഷാജു ബിൽഡ് ചെയ്യുന്നത് കറക്റ്റ്, അത് മുഴുവൻ നിങ്ങളുടെ B4നും B5നും ഇതും ട്രാക്കിംഗ് സെൻറ്റേഴ്സ് ആണ്. സോ അതിനും കൂടി ബെനിഫിറ്റ് ആവുന്ന രീതിക്കാണ്. ഇനി എന്തൊക്കെയാണോ ഷിജു ബിൽഡ് ചെയ്യുന്നത് അതും B6 B7 ബെനിഫിറ്റ് ആവുന്ന രീതിക്കാണ്. കറക്റ്റ്. സോ ലെറ്റ്സ് അസ്യൂം ഇതൊരു 6 മാസത്തിന് ശേഷമാണ്. സോ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇവിടെ ഒരു 500, ഇവിടെ ഒരു 100, സോറി 1000. സോ 500 ഓൺ ദ ലെഫ്റ്റ്, 1000 ഓൺ ദ റൈറ്റ്. കറക്റ്റ്. ഇനി ഓവറോൾ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സൈനപ്പ് വരികയാണ്. കറക്റ്റ്. സോ നിങ്ങളുടെ സൈനപ്പ് വരുമ്പോൾ എവിടെയായിരിക്കും നിങ്ങൾ പ്ലേസ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ DR എവിടെയായിരിക്കും പ്ലേസ് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ എവിടെ പ്ലേസ് ചെയ്യാം? സോ യു ഹാവ് നിങ്ങളുടെ B5 ഉണ്ട്, B4 ഉണ്ട് ആൻഡ് B2 ഉണ്ട്. എവിടെയായിരിക്കും? ഷാജുവിനും കൂടി ബെനിഫിറ്റ് ആവുന്നത്. സോ എവിടെയായിരിക്കും അത്? സോ ഫോർ എക്സാമ്പിൾ ഷാജുവിന്റെ സ്പ്ലിറ്റ് വരുന്നത് ഇവിടെ 400 ആൻഡ് ഇവിടെ 100 ആണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും റൈറ്റ് സൈഡിലായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ വിചാരിക്കാം നിങ്ങളുടെ എന്തോ ഒരു കാരണം കൊണ്ട് അടുത്ത സൈനപ്പ് വരുന്നത് ട്രിപ്പിൾ ഹെഡർ ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് 3 ഹെഡേഴ്സ് മാത്രം. സോ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിലും യു വിൽ ഗെറ്റ് 2 ചെക്സ്. ഇവിടെയും കിട്ടും, അതേപോലെ തന്നെ B2ലും കിട്ടും, B1ലും കിട്ടും. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഇല്ല? കാരണം ഈ ബിസിനസ് നമ്മുടെ മറ്റൊന്ന് പഠിപ്പിക്കുന്ന ലെഗസീനെ പറ്റിയിട്ടാണ്. നമ്മളുടേതല്ലാത്ത എഫേർട്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിലൂടെ ഉണ്ടാക്കിയ നമ്മുടെ ഓർഗനൈസേഷൻസിലൂടെ പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. സോ അവിടെ ഷാജുവിനും കൂടി ബെനിഫിറ്റ് ആകുന്ന രീതിക്കാണ് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നതെങ്കിൽ ആരും കൂടി ആ വ്യക്തിനെ ടേക്ക് കെയർ ചെയ്യും? ഷാജു. ഇവിടെയാണെങ്കിൽ ആര് തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും? നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. സോ ഷാജുവിന് ബെനിഫിറ്റ് ആവുന്ന ഫോർ എക്സാമ്പിൾ ഷാജുവിന്റെ മുഴുവൻ സോ അബൌട്ട് 100 ആൾക്കാർ ഇവിടെയുണ്ട്. സോ ഡെഫിനറ്റ്ലി എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? എവിടെയായിരിക്കും? മറ്റൊരു ഫ്രണ്ടിന്റെ പേര് പറയും. ബാലു. ഓക്കെ. സോ ബാലുവിന് സൈനപ്പ് ചെയ്യുന്നത് B5 ആരുടെ TC ആണ്? ഓഫ് കോഴ്സ് നിങ്ങളുടേതാണ്. എൻകാഷ്മെന്റ് ഒരു ചെക്ക് ഇവിടെ കിട്ടി. കറക്റ്റ്. ഒരു ചെക്ക് എവിടെയും കിട്ടി. നിങ്ങളുടെ എൻകാഷ്മെന്റ് ലെവൽ ആയതുകൊണ്ട് ഇവിടെയും കിട്ടി. സോ യു മെയ്ഡ് 25,000 rupees. കറക്റ്റ്. അത് മാത്രമല്ല ഷാജുവും ചെക്ക് ഉണ്ടാക്കി. ഷാജു ഓൾസോ മെയ്ഡ് 1 ചെക്ക്. കറക്റ്റ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ക്യാൻ ഗ്രോ. ബാലുവിനും ബിസിനസ് ചെയ്യണം. ബാലും സെയിം മെത്തേഡ് ഫോളോ ചെയ്യാൻ പോവാണ്. സോ ബാലു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളുടെ B8 ആൻഡ് B9 ഇവിടെ പ്ലേസ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ബാലു എന്തൊക്കെയാണോ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അതും ഇവിടെ ക്രെഡിറ്റ് ചെയ്യും. കറക്റ്റ്. ഇനി ബാലുവിൻ്റെ ഓർഗനൈസേഷൻ പോകുന്ന ഫോർ എക്സാമ്പിൾ 50 ലെഫ്റ്റ് 100 റൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി മറ്റൊരു ഫ്രണ്ടിൻ്റെ പേര് വരും നിങ്ങളുടെ ശ്രീപ്രിയ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യാനുള്ള കൂടുതൽ ചാൻസ്? കറക്റ്റ്. ബാലുവിനും കൂടി ബെനിഫിറ്റ് ആവുന്ന രീതിക്കാണ്. സോ ബാലുവിൻ്റെ എവിടെ ആയിരിക്കും? ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെയാണോ ബാലുവിന് ഫേവറബിൾ ആയിട്ടുള്ളത് അവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ്. സോ യു സൈൻ അപ്പ് ശ്രീപ്രിയ ഹിയർ. കറക്റ്റ്. സോ നിങ്ങൾ എവിടെയൊക്കെ ചെക്ക് ഉണ്ടാക്കി? B8 കറക്റ്റ് ആൻഡ് B5 ഓഫ് കോഴ്സ് ഇൻ യുവർ B1. 3 checks, approximately 35,000. 3 times check. മാത്രമല്ല ആരും കൂടി ചെക്ക് ഉണ്ടാക്കി? ബാലു ചെക്ക് ഉണ്ടാക്കി ആൻഡ് ഷാജു ചെക്ക് ഉണ്ടാക്കി. ആൻഡ് ആരെ ആയിരിക്കും ഇനി ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഡെഫിനറ്റ്ലി ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കും. സോ നിങ്ങളുടെ എഫേർട്ട് കുറഞ്ഞു, വരുമാനം കൂടി. ആൻഡ് മാത്രമല്ല ശ്രീപ്രിയൻ്റെ ഓർഗനൈസേഷൻ്റെ സൈഡിലും what are you going to do when you B10 and B11 നിങ്ങളുടെ TCനെ പ്ലേസ് ചെയ്യാൻ പോകുന്നു. കറക്റ്റ്. ശ്രീപ്രിയൻ്റെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണം. കറക്റ്റ്. ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ഇങ്ങനെയാണ് പോകുന്നത് 150. കറക്റ്റ്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ഒരു സൈനപ്പ് വരുന്നതായിരിക്കാം. നെയിം 1 more person. അനിൽ. കറക്റ്റ്. അനിലിനെ സൈനപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എവിടെയായിരിക്കും സൈനപ്പ് ചെയ്യാം? ശ്രീപ്രിയൻ്റെ എൻകാഷ്മെന്റ്. കറക്റ്റ്. സോ യു ആർ ഗെറ്റിംഗ് അനിൽ ഹിയർ. ഇപ്പം നിങ്ങൾ എത്ര ചെക്ക് ഉണ്ടാക്കി? യോ B11 ഇവിടെ ഒരു ചെക്ക് ഉണ്ടാക്കി, B8 ഇവിടെ ഒരു ചെക്ക് ഉണ്ടാക്കി ആൻഡ് B5 ഇവിടെ ഒരു ചെക്ക് ഉണ്ടാക്കി. ഓഫ് കോഴ്സ് ഇൻ യുവർ B1 വിച്ച് മീൻസ് യു മെയ്ഡ് 50,000. 4 ചെക്ക് ഉണ്ടാക്കി. 1 ഹെഡറിൽ നിങ്ങൾ എത്ര ചെക്ക് ഉണ്ടാക്കി? 50,000 ചെക്ക് ഉണ്ടാക്കി. ഇനി ശ്രീപ്രിയയുടെ ഓർഗനൈസേഷനിൽ അല്ലെ അനിലിൻ്റെ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന ഏതൊരു സൈനപ്പുകളും കറക്റ്റ് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം മിനിമം എത്ര ചെക്കുകൾ ഉണ്ടാക്കി തരും? 50,000. കറക്റ്റ്. സോ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 3 ഹെഡറിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പൈസ ഉണ്ടാക്കി? 50,000 ആണ്. ഇനി ഓഫ് കോഴ്സ് യുവർ റൈറ്റ് സൈഡ് നിങ്ങളുടെ എൻകാഷ്മെൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഷിജു കംപ്ലൈൻറ്റ് ചെയ്യാണ്
നിങ്ങൾ നിങ്ങളുടെ മറ്റേ സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ, ഈ സൈഡ് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് ഒരിക്കലും ലീവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഷിജുവിന് നിങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ പേര് പറയും, രാജേന്ദ്രൻ. ഓക്കെ, പെർഫെക്റ്റ്. സോ ഷിജുവിന്റെ ഓർഗനൈസേഷൻ ഇങ്ങനെയാണ് പോകുന്നത്, 300 ഓൺ ദ ലെഫ്റ്റ് ആൻഡ് 700 ഓൺ ദ റൈറ്റ്. കറക്റ്റ്. സോ രാജേന്ദ്രനെ നിങ്ങൾ സൈനപ്പ് ചെയ്യാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെ സൈനപ്പ് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് ഫേവറബിൾ ആകുന്ന രീതിക്കും ഷിജുവിന് ഫേവറബിൾ ആകുന്ന രീതിക്കും. സോ രാജേന്ദ്രൻ വിൽ ബി ഓൺ ദ B6. കറക്റ്റ്. സോ രാജേന്ദ്രന്റെ B6 ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് വൺ ചെക്ക് ഹിയർ. B6 ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല, കാരണം ഇത് നിങ്ങളുടെ സ്ട്രോങ് സൈഡാണ്. അറ്റ്ലീസ്റ്റ് യു മെയ്ഡ് 12,500 rupees. കറക്റ്റ്. 12,500 രൂപ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇനി സ്റ്റിൽ നിങ്ങൾ B11 B10 മാത്രമേ ഉപയോഗിച്ചുള്ളൂ. സ്റ്റിൽ TC നിങ്ങളുടെ കയ്യിൽ ധാരാളം ബാക്കി ഉണ്ടായതുകൊണ്ട് രാജേന്ദ്രന്റെ അണ്ടറിലും നിങ്ങൾ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുന്നു, B12 ആൻഡ് B13. കറക്റ്റ്. ഇനി രാജേന്ദ്രൻ ചെയ്യുന്ന ഓരോ ഓർഗനൈസേഷൻ, രാജേന്ദ്രൻ ബിൽഡ് ചെയ്യുന്ന ഓരോന്നിലും മിനിമം നിങ്ങൾക്ക് 1 or 2 ചെക്സ് ഉണ്ടാക്കി. ആൻഡ് നിങ്ങൾ എവിടെ എത്തും? ഇതേ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എത്തും 50,000 ഫോർ 1 സൈനപ്പ്, 3 ഹെഡ് സൈനപ്പ്. ഇനി നിങ്ങൾ എത്ര ഹെഡറിലാണ് സൈനപ്പ് ആയത്? 21 ഹെഡ്. അവിടെ ചാൻസ് ഇല്ലേ ഈ പറയുന്ന അനിലിനും ഒരു 21 ഹെഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ രാജേന്ദ്രനും ഒരു 21 ഹെഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഓർഗനൈസേഷനിൽ? ഓഫ് കോഴ്സ് നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ സംഭവിക്കാം. സോ ഇമാജിൻ അനിലിൻ്റെ ഓർഗനൈസേഷനിൽ ഒരു 21 ഹെഡർ സൈനപ്പ് വരികയാണെന്ന് വിചാരിക്കാം. എത്ര ചെക്ക് നിങ്ങളുണ്ടാവും? സോ യു നീഡ് ടു കാൽക്കുലേറ്റ്. കറക്റ്റ്. സോ ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾക്ക് 6 ചെക്ക്, ഇവിടെ 6 ചെക്ക്. കറക്റ്റ്. ആൻഡ് ഇവിടെ 6 ചെക്ക്, ഇവിടെ 6 ചെക്ക്. മീൻസ് ഞാൻ നിങ്ങളുടെ സൈക്കിൾ പോയിന്റ് ഡിഡക്ട് ചെയ്ത്, ആക്ച്വലി നിങ്ങൾ 7 ചെക്ക് ഉണ്ടാക്കുക, സൈക്കിൾ പോയിന്റ് ഡിഡക്ട് ചെയ്തിട്ട് ഓരോ TCയിലും 6 സൈനപ്പ്, വിച്ച് മീൻസ് 4 times 24 ചെക്സ്. മീൻസ് 24 into 12,500 rupees. അതായത് ഒരേ ഒരു സൈനപ്പിൽ മാത്രം ഓൾമോസ്റ്റ് 3 lakh rupees. ഇനി നിങ്ങളുടെ ഡയറക്റ്റ് കമ്മീഷൻ 21 ഹെഡ് 85,000. കറക്റ്റ്. വിച്ച് മീൻസ് ഈച്ച് സൈനപ്പ് ഒരു പെർട്ടിക്കുലർ ലെവലിന് ശേഷം ഈച്ച് സൈനപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3.85 lakh rupees ആണ്. ഇമാജിൻ അതേപോലെ ഇവിടെ നിങ്ങളുടെ രാജേന്ദ്രന്റെ ഓർഗനൈസേഷനിൽ നിങ്ങൾ ഒരു 21 ഹെഡർ ചെയ്യുകയാണ്, എഗെയിൻ 3.85 lakh, വിച്ച് മീൻസ് ടോട്ടൽ 7.7 lakh. ഇനി ഓഫ് കോഴ്സ് ഇതൊരു സമയം എടുക്കും. നിങ്ങൾ ഈ ഒരു ഓർഗനൈസേഷനിൽ മേ ബി 5 years ഓർ യു വിൽ ടേക്ക് 10 years ടൈം. പക്ഷേ നിങ്ങൾ എത്ര ലോൺ എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? 5 lakh. പക്ഷെ നിങ്ങൾ ഒരേ ഒരു മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ ഒരു സൈനപ്പിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ ഒരു വീക്കിൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് 7.7 lakh പ്ലസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇസ് ഇറ്റ് എ ഗുഡ് തിങ്? കറക്റ്റ്. സോ ഇങ്ങനെയാണ് ഈ ബിസിനസ്സിനെ അസറ്റ് ആക്കി മാറ്റുന്നത്. ദിസ് ഇസ് ഹൗ 3% തിങ്ക്. ഇങ്ങനെയാണ് 3% ഈ ബിസിനസ്സിനെ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഈ ഒരു രീതിക്കാണ്. കറക്റ്റ്. അണ്ടർസ്റ്റുഡ്? സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പെർട്ടിക്കുലർ സമയത്തിന് ശേഷമാണ്, മേ ബി ഒരു 5 years 10 years, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇപ്പോഴത്തെ വയസ്സ് 30. സോ ഞാൻ പറയുന്നത് മേ ബി ഒരു 40 years ആകുമ്പോഴുള്ള കാൽക്കുലേഷൻസിനെ പറ്റിയാണ്. സോ ബൈ ദ ടൈമിൽ നിങ്ങൾ 4 TCs ഗോൾഡ് സ്റ്റാർ ലെവലിൽ മാത്രം മാക്സ് ഔട്ട് ആവുന്നു എന്ന് വിചാരിക്കാം, വിച്ച് മീൻസ് 6 lakh per TC. 4 TC, which means almost 25 lakh on your left side. 4 TCs on the right side, 25 lakh on the right side. വിച്ച് മീൻസ് ഒരു വീക്കിൽ നിങ്ങളുടെ ഏർണിങ്സ് എത്രയാണ്? 50 lakh rupees. കറക്റ്റ്. ഒരു മാസത്തേക്ക് 2 CR, വിച്ച് മീൻസ് ഇൻ എ ഇയർ 25 CR. കറക്റ്റ്. 25 CR ഒരു വർഷത്തിൽ നിങ്ങളുടെ ആനുവൽ ഏർണിങ്സ് ആണ്. കറക്റ്റ്. ഇനി അറ്റ്ലീസ്റ്റ് ഇത്രയും എമൗണ്ട് നിങ്ങളുടെ ബാങ്കിൽ ഇടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഡബിൾ ഇറ്റ് ഇൻ 10 years, വിച്ച് മീൻസ് 40 CR. കറക്റ്റ്. മാത്രമല്ല ബൈ ദ ടൈം 50 ആകുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 40 CR. മാത്രമല്ല നിങ്ങൾക്ക് അതിനകത്ത് ഇനി ഈ 25 CR 4 CR വെച്ചിട്ട് നിങ്ങൾ എവറി ഇയർ എക്സ്പെൻസ് വെച്ചു എന്ന് വെച്ചു, സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ 200 CR. കറക്റ്റ്. സോ 200 CR നെക്സ്റ്റ് 40 yearsലേക്ക് 50 years ആകുന്ന സമയത്ത് ബൈ ദ ടൈം നിങ്ങളുടെ കയ്യിൽ 200 CR ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് പ്ലസ് നിങ്ങളുടെ 40 CR. ബൈ ദ ടൈം 30 പ്ലസ് നിങ്ങളുടെ 10 years ആകുമ്പോൾ 200 പ്ലസ് ദിസ് 240 CR നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ. എഗെയിൻ ഇത് നിങ്ങളുടെ ബാങ്കിൽ ഇടുകയാണ്, യു ക്യാൻ ഡബിൾ ഇറ്റ് ഫോർ 80 CR. കറക്റ്റ്. ബൈ ദ ടൈം 50 years ആകുന്ന സമയത്ത് ആൻഡ് അനദർ 200 CR നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്, 680 CR.
ഈ സമയത്ത് നിങ്ങൾ കുറച്ചൊരു വലിയ പാർട്ടിയാക്കാം. സോ യു ആർ സ്പെൻഡിങ് ഓൺ 180 CR ആസ് എൻ എക്സ്പെൻസ്. 500 CR നിങ്ങളുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. കറക്റ്റ്? ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇതൊരു വലിയ പാരഡൈം ഷിഫ്റ്റ് അല്ലേ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം? ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ജനറേഷൻസ്. സോ യു അണ്ടർസ്റ്റുഡ് ദ പവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അറ്റ് ദ ഏജ് ഓഫ് 50 നിങ്ങളുടെ 50ാമത്തെ വയസ്സ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 500 CR ബാലൻസ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. കറക്റ്റ്? ഏത് ബാങ്കിലാണോ നിങ്ങൾക്ക് അക്കൗണ്ടിൽ അവരോട് നിങ്ങൾ പറയുകയാണ് എനിക്കൊരു സ്പെഷ്യൽ ബ്രാഞ്ച് എൻ്റെ വില്ലേൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നോ അവർ പറ്റില്ല എന്ന് പറയുന്നു? സോ വിച്ച് മീൻസ് യു വിൽ ഹാവ് യുവർ ഓൺ ബ്രാഞ്ച്. കറക്റ്റ്? ഇനി നിങ്ങൾ ധാരാളം ചാരിറ്റിയിലും കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അവിടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ടാവും. കറക്റ്റ്? സോ ഈ ഗെയിം എന്ന് പറയുന്ന ഒരു 3 to 5 crore ഗെയിമല്ല. ദാറ്റ്സ് ഓവർ. ഇമാജിൻ VP സച്ചിൻ ഗുപ്ത, VP ദേവ് അദ്വാനി അവരൊക്കെ കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ഈ ബിസിനസ് വെച്ചിട്ട്, ഇതേ ബിസിനസ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് ദിസ് കൈൻഡ് ഓഫ് മണിയാണ്. Correct? So this business is no more with 3 to 5 crore. This business will help you to generate 500 plus crore. Correct? This kind of a legacy you can create. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ യൂസഫ് അലിയുടെ ഫാദറിൻ്റെ പേര് നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു നോ ദാറ്റ്? അറിയൂ? ഇല്ല. സോ പക്ഷേ യൂസഫ് അലിയുടെ പേര് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു തലമുറയിലുള്ള വ്യക്തി മറക്കുമോ? ഇനി അദ്ദേഹത്തിൻ്റെ തലമുറ തൊട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ മറക്കുമോ? ഞാനും നിങ്ങളും മറക്കുമോ? കറക്റ്റ്? കാരണം അങ്ങനെയുള്ള ലെഗസീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജനറേഷൻസിനോളം ജീവിച്ചിരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. കറക്റ്റ്? ഇനി അതിനൊക്കെ മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു 4 കോളം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു വിചാരിക്കും, നമുക്കിത് പിന്നീട് പറയാമെന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു സ്ലോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന മുഴുവൻ ബിസിനസ് വോളിയത്തിൻ്റെയും അക്കമുലേഷൻ പോകാൻ കപ്പാസിറ്റിയുള്ള 4 TCs ആണ് ഈ പറയുന്നത്. കറക്റ്റ്? സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോകേണ്ടത്? കറക്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തികളെ, നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി ആരൊക്കെ ആയിരിക്കും അവർ? കറക്റ്റ്? സോ യുവർ ഡാഡ്, യുവർ മോം, ബ്രദേഴ്സ്, യുവർ ഫസ്റ്റ് ബ്രദർ. എത്ര ബ്രദർ? സോ യുവർ ഫസ്റ്റ് ബ്രദർ, യുവർ സെക്കൻഡ് ബ്രദർ. കറക്റ്റ്? സോ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓവറോൾ പീരീഡ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ബിസിനസ് വോളിയം അവരുടെ ഒരു സൈഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് ഏത് മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ? ഈവൻ അവർക്ക് ആ ഒരു സമയത്ത് പറ്റില്ല. യു ക്യാൻ ഹെൽപ്പ് ബിക്കോസ് യു ആർ ഓൾറെഡി സക്സസ്ഫുൾ. കറക്റ്റ്? ഇനി ഓരോ 3 ഹെഡേഴ്സും ദേ ക്യാൻ ജനറേറ്റ് n നമ്പർ ഓഫ് മണി. നിങ്ങൾ ചെയ്ത് ഇതേ പ്രോസസ്സ് അവർക്കും ചെയ്യാം. കറക്റ്റ്? സോ ഐ വോണ്ട് ടു ഡു സംതിങ് റൈറ്റ് നൗ. ഇമ്മീഡിയറ്റ്ലി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? യു ഹാവ് യുവർ ടോപ്പ് 25 നെയിം ലിസ്റ്റ്. കറക്റ്റ്? കോൾ ദിസ് 4 പീപ്പിൾ. ഇവരെ വിളിച്ചിട്ട് പറയാം, ഞാനൊരു അമേസിംഗ് പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്താണ് എന്നുള്ളത് എനിക്ക് ഫോണിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. യു ട്രാൻസ്ഫർ 3 lakh rupees. ഐ വിൽ ഹെൽപ്പ് യു ടു മേക്ക് ഹ്യൂജ് മണി. ഞാൻ നിങ്ങളെ വലിയൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. സോ ആർ യു റെഡി? ഷുവർ? ലെറ്റ്സ് ബിൽഡ് ദ ഗെയിം.